നമസ്കാരം. ഒരുപാട് വർഷം മുൻപ് നടന്ന സംഭവമാണ്. കേരളം ഏറെ ചർച്ച ചെയ്ത് ഒടുവിൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മലയാളികൾ മറവിയുടെ പടിക്കെട്ടിലേക്ക് ഒതുക്കി വെച്ച സംഭവം. 2014 മെയ് 19 മോഷണക്കുറ്റം ആരോപിച്ച് പാറശാല പോലീസ് കസ്റ്റഡിയിലെടുത്ത നെയ്യാറ്റിൻകര സ്വദേശി ശ്രീജീവ് എന്ന യുവാവ് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ മരണപ്പെടുന്നു. കസ്റ്റഡിയിലിരിക്കെ ശ്രീജീവ് വിഷം കഴിച്ചു. അതുകൊണ്ടാണ് ശ്രീജീവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും മർദ്ദനമേറ്റ പാടുകളും മുറിവുകളുമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരായി. സംഭവം ലോക്കപ്പ് മർദ്ദനമാണ് എന്നാരോപിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും രംഗത്തെത്തി. തുടർന്ന് ശ്രീജീവിൻ്റെ മരണത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയും ഇടപെടുകയും 10 ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരവും പാറശാല സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഗോപകുമാർ, ASI ഫിലിപ്പോസ് എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു. എന്നാൽ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി നടപടി ആവശ്യപ്പെട്ടെങ്കിലും ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ചില ഉദ്യോഗസ്ഥർക്ക് ഇതിനിടയിൽ സ്ഥാനക്കയറ്റവും ലഭിച്ചു. ഇതിനിടയിൽ അനിയൻ്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം, കുടുംബത്തിന് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട് മരണപ്പെട്ട ശ്രീജുവിൻ്റെ സഹോദരൻ ശ്രീജിത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം ആരംഭിച്ചു. കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയെങ്കിലും കേസിൽ ആരോപണ വിധേയരായ ഉന്നതരെ ഒന്ന് അനക്കാൻ പോലും സാധിച്ചില്ല. വലിയ തോതിൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും പല നേതാക്കളുടെയും ഉറപ്പ് കിട്ടിയിട്ടും നീതിക്കു വേണ്ടി ശ്രീജിത്ത് ഇപ്പോഴും സമരം തുടരുകയാണ്. നീണ്ട 11 വർഷക്കാലമായി തുടരുന്ന സമരം പുതിയ സമരമാർഗങ്ങളുമായി പ്രതിഷേധവുമായി തിരുവനന്തപുരത്തിൻ്റെ നഗരവീഥികളിലൂടെ നടക്കുന്ന ശ്രീജിത്തിനെ 9 വർഷങ്ങൾക്കിപ്പുറം ഡെയിലി മലയാളി ന്യൂസ് ടീം കാണാനിടയായി. എന്താണ് ശ്രീജിത്ത് ആവശ്യപ്പെടുന്നതെന്നും എന്താണ് ശ്രീജിത്തിന് പറയാനുള്ളതെന്നും നിങ്ങൾക്കും കാണാം ആ ദൃശ്യങ്ങളിലേക്ക്. ശ്രീജിത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് ഇത്. അതായത് ഭയങ്കര ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഞാനൊരു 9 വർഷം മുൻപ് ശ്രീജിത്തിനെ ഞാനിവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് ശ്രീജിത്തിനെ 9 വർഷം മുമ്പ്. ഇപ്പൊ നിലവിൽ എന്തായി അനിയന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് ഒരു 10 വർഷം ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണത്തിന്റെ അവസാനം മുതല് ഏതാണ്ട് ഒരു 2-3 മാസം മുമ്പ് വരെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരമായിട്ടിരുന്നതാണ്. ഇപ്പൊ ഞാനിപ്പോ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സമരം ചെയ്യുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പോലീസുകാര് ഇപ്പൊ എന്റെ സഹോദരന്റെ ഈ കേസ് തന്നെ ഇവരെല്ലാം കൂടി അട്ടിമറിച്ച് മുക്കിക്കളഞ്ഞു. ഒരു അന്വേഷണം 2018 ഒരു അന്വേഷണം പറഞ്ഞ് ഇവര് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മളെ ഒഴിവാക്കി വിടാൻ ശ്രമിച്ചു. ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ സമരം ഈ കേസിന്റെ നിയമപരമായ കാര്യങ്ങളെ പറ്റി വ്യക്തതയില്ലാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 2019 ഇവരെന്തോ വലിയൊരു അട്ടിമറി നടത്തി. അപ്പം വലിയ 10,000-കണക്കിന് അതിനു മുമ്പ് 10,000-കണക്കിന് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സപ്പോർട്ടിന് നിന്ന പലരെയും ഇവർ സ്വാധീനിച്ച് ഒതുക്കിയതിനു ശേഷമാണ് ഈ 2019 കേസ് അട്ടിമറിക്കപ്പെടുന്നത്. 2018 മുതൽ ചെറിയ രീതിയിലുള്ള ഉപദ്രവം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ ഇടയ്ക്കായപ്പോ അത് ഭയങ്കരമായി കൂടി എന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കരമായ രീതിയിൽ രാഷ്ട്രീയക്കാരും പോലീസുകാരും ഈ സമരങ്ങളൊക്കെ നടക്കുന്ന സിനിമയിലൊക്കെ കാണാറില്ലേ, കല്ലൊക്കെ എടുത്തെറിഞ്ഞ് അടി ഉണ്ടാക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതിന് സമാനമായി അവിടെ വേറെ ആളുകളെ വിട്ട് നമ്മളെ അടിക്കുക, ഉപദ്രവിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. പോലീസുകാർ ഇവര് തന്നെ വേറെ ഒരു സംഭവം പണ്ടുണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന സമയത്ത് ശ്രീജിത്തിനെ വന്ന സമരപ്പന്തലിൽ രമേശ് ചെന്നിത്തല സന്ദർശിക്കുന്നു. രമേശ് ചെന്നിത്തലയിൽ മറ്റ് ആളുകളും ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല വന്ന് നമ്മളെ സന്ദർശിക്കുന്നത് ഈ 2018 ഈ സമയത്ത് ശ്രീജിത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു യുവാവിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ആ സപ്പോർട്ട് ഇവരുണ്ടല്ലോ, ഇവന്മാര് സപ്പോർട്ട് ചെയ്ത് അപ്പൊ സംസാരിച്ചു. അതൊക്കെ ഒരു 3 മാസം മുമ്പ് വരെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്തിരുന്നു. ഇപ്പോൾ കാൽനടയായിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടാണ് ഇപ്പൊ ഒരു പ്രതിഷേധ സമരം നടത്തുന്നത്. അപ്പൊ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള പോലീസും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പോലീസുകാരും ചേർന്ന് വേറെ ആളുകളെ വിട്ട്, ഈ പക്കാ ഫ്രോഡുകളായ ആളുകളെ വിട്ട് നമ്മളെ ഭയങ്കരമായ രീതിയിൽ ശാരീരികമായി ഉപദ്രവിക്കുക, അവര് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ മനഃപൂർവ്വം നമ്മളാണ് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മളെ കേസെടുക്കുക, ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ. ഇവരുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ ഏതാണ്ട് ഇപ്പൊ കുറച്ചു നാൾ, ഒരു 2 മാസമാവും ഞാൻ ഇങ്ങനെ റോഡിൽ നടന്നുകൊണ്ടാണ് സമരം നടത്തുന്നത്. ഈ കേസ്, എന്റെ സഹോദരന്റെ കേസ് വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ട് ഇവർ മുക്കിക്കളഞ്ഞു. ഇനി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കേസിന്റെ നിയമപരമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലോ മറ്റോ, കാരണം ഈ കേസിലെ പ്രതികൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് പോലീസുകാരുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ മറ്റു പലരും ഈ കൊലപാതകത്തിൽ പ്രതികളായിട്ടുണ്ട്. ഈ നടന്ന അനീതി എന്താണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ ബോധിപ്പിച്ച് അതിൽ വേണ്ടുന്ന രാജ്യത്തിന്റെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന്, കോടതിയുടെ നിരീക്ഷണത്തിൽ ചെയ്യണമെന്ന് നമുക്ക് ആവശ്യപ്പെടാം. ഇവര് കാരണം ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടുത്തെ പോലീസും ഗവൺമെന്റും കാരണം ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഞാനിപ്പോ ഇങ്ങനെ റോഡെ നടന്നുകൊണ്ട്. എത്ര വർഷമായി ശ്രീ ഇത്? 10 വർഷം കഴിഞ്ഞു സമരം ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണത്തിന്റെ അവസാനം തുടങ്ങിയ ഒരു സമരമാണ്. ഏതാണ്ട് 10 വർഷമായിട്ട് ഈ പ്രശ്നമായിട്ട് ഞാൻ നിൽക്കുന്നു. പല രീതിയിലുള്ള സമരങ്ങളുമായിട്ട് വിവിധ സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 9 വർഷം മുമ്പ് ശ്രീധരനെ കാണുമ്പോൾ എല്ലാരും ഭയങ്കര സപ്പോർട്ടായിട്ട് വലിയ സപ്പോർട്ട് കിട്ടുന്നത് ഞാൻ ഇന്ന് മറ്റേ മഴയൊക്കെ നനയൊക്കെ കൊണ്ട് അവിടെ കിടക്കുന്ന സമയത്ത് 2018 മഴയൊക്കെ കൊണ്ട് അവിടെ കിടക്കുന്ന സമയത്ത് അതും സപ്പോർട്ട് ചെയ്തത് സാധാരണക്കാരായ ആളുകളല്ല. ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തത് അതായത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. രാഷ്ട്രീയക്കാര്, സിനിമാ നടന്മാര്, വലിയ സമൂഹത്തില് നമ്മൾ അറിയപ്പെടുന്ന ആളുകളാണ് ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തത്. നമ്മൾ ആവശ്യപ്പെടുന്നത് വേറെ ഒന്നുമല്ല. ഈ നടന്ന സംഭവത്തെ ഇതിലെന്താണ്, ഞാൻ രാവിലെ ഒരു MLA വിളിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിനക്ക് ഇതില് കൊലപാതകമാണ് എന്ന് നിനക്ക് എന്താണ് ഉറപ്പുള്ളത് എന്നൊക്കെ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു കൊലപാതകമാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും എനിക്കറിയാം. ഇതില് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്, പിന്നെ ഇതിൽ കുറച്ച് കൊലപാതകമാണ്. തെളിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കൊലപാതകമാണ് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ട്. ഇതിലെ കുറെ കാര്യങ്ങൾ കൊലപാതകമാണ് എന്ന് ഉറപ്പിക്കുന്ന പല കാര്യങ്ങളും എനിക്കറിയാം. ഞാനത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവന് ഇത് കോടതിയെ ഞാൻ ചോദിച്ചത്, ഈ സംഭവം ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതുപോലെ തന്നെ അന്വേഷണ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായിരുന്നു? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ഇതിനകത്ത് വേറൊരു സംഭവം പറയാം. ഇവർ സ്ഥിരം ചെയ്തു വന്നിരുന്ന ഭരണതലത്തിലുള്ള ഒരു അഴിമതി ഇതിന്റെ പുറകിലുണ്ട്. ഏതെങ്കിലും സാധാരണക്കാരായ ആളുകളെ പിടിച്ച് ഇവർ കസ്റ്റഡിയിൽ വെച്ച് ടോർച്ചർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അബദ്ധത്തിൽ അയാൾ മരണപ്പെടാം, അല്ലെങ്കിൽ കരുതിക്കൂട്ടി ഇവർ കൊല്ലാം. ഒരുപക്ഷെ ഇവരിങ്ങനെ ടോർച്ചറിങ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇവരുടെ കയ്യബദ്ധം കൊണ്ട് മരണപ്പെടാം, അല്ലെങ്കിൽ കരുതിക്കൂട്ടിയും ഇവർ കൊല്ലാം. ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിക്കുന്നതാണെങ്കിലും ഒരുപക്ഷെ ഇവർ കരുതിക്കൂട്ടി കൊല്ലുന്നതാണെങ്കിലും ഇവര് FIR, ഒരു ക്രൈം നടക്കുന്ന സമയത്ത് ഫസ്റ്റ് റിപ്പോർട്ട് FIR, അതിനെ ഏത് രീതിയിലാണ് FIR ഇവർ എഴുതുന്നത്? ആരാണ് ക്രൈം ചെയ്യുന്നവർ തന്നെയാണ് ആ ക്രൈമിന്റെ ഫസ്റ്റ് റിപ്പോർട്ട് എഴുതുന്നത്. അപ്പൊ ഇവര് ഏത് രീതിയിലാണ് FIR എഴുതുന്നത് അതിനെ അനുകൂലിച്ചായിരിക്കും അത് പോസ്റ്റ്മോർട്ടം ആണെങ്കിലും എല്ലാം ഇവർ തയ്യാറാക്കുന്നത്. ഇവർക്ക് അതിനുവേണ്ടി ഗവൺമെന്റിന് ഒരു വൻ ടീം തന്നെയുണ്ട്. സർക്കാർ തലത്തിൽ നമ്മളൊരു പ്രശ്നമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരെ ഏറ്റവും അവസാനം ചീറ്റ് ചെയ്യപ്പെടും, ഭയങ്കരമായ രീതിയിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. എന്നിട്ട് സമരത്തിൽ നിന്ന് പിന്മാറാതെ അവിടെ കിടക്കുന്ന സമയത്ത് ആണ് ഈ കേസ് പൊതുജനങ്ങളുടെ ഇടയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ സമൂഹത്തിലെ പല ആളുകളും ഈ വിഷയത്തില് ഇടപെട്ടു. ആദ്യം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ട് ഉണ്ടായി. ഈ കൊലപാതകത്തിൽ പ്രധാന പ്രതികൾ പോലീസുകാരും അവർക്ക് സഹായികളായിട്ട് ഗവൺമെന്റിന്റെ മറ്റു പലരും ഉണ്ട്. കാര്യം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി. ഞാനൊരു സാധാരണക്കാരനാണ്. കാര്യം എന്താണെന്ന് ഇതില് കൊലക്കേസിൽ ഇതില് വരുന്നത് സമൂഹത്തിലെ ഭരണതലത്തിൽ വലിയ മാന്യന്മാരാണ്, ഭരണതലത്തിൽ വലിയ രാഷ്ട്രീയമായ പിടിപാടുള്ളവരാണ്. ഇതിനിപ്പം മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെ ഭയങ്കര ഞാനിപ്പോ സെക്രട്ടേറിയറ്റിന്റെ മുന്നില് സമരത്തിന് പോവാ, ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ നടക്കുന്നത് എന്നെ പോലീസുകാർ ഏതാണ്ട് 10 വർഷമായിട്ട്, ഇപ്പൊ ഇലക്ഷൻ വരുമല്ലേ, ഞാൻ ഇപ്പൊ ഒരു വർഷവും 3-4 മാസമേ ഉള്ളൂ. ഇപ്പൊ എന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞോടെ ഇലക്ഷൻ വരുന്നത് കൊണ്ട്
അതിനു മുമ്പേ അവർക്ക് ഇപ്പം ഇവന്മാരുള്ള കളിയാണ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാം അവരുടെ വിജയത്തിനൊരു ഇലക്ഷൻ സമയത്ത് അവർക്ക് ഒരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് ഇവര് ചെയ്യുന്ന പരിപാടിയാണ് മറ്റേ തന്നെ ഒന്നെങ്കിൽ അവിടെ നിന്ന് പേടിപ്പിച്ച് ഓടിക്കുകയോ അല്ലെങ്കിൽ വല്ല കേസുണ്ടാക്കി അകത്താക്കും. 10 വർഷമായിട്ട് നടത്തുന്ന സമരം അതിന് നമ്മുടെ നാട്ടില് ഈ പറയുന്ന അവകാശം പറയുന്ന സാംസ്കാരിക നായകര്, അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക സംഘടനകൾ ഇതൊന്നും തന്നെ ഇത് കണ്ണടച്ചു പോവുക. ഇത് ശ്രീത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പിന്നില് വൻ ലോബി ഇതിനകത്ത് ഈ കേസിലെ പ്രതികള്, ഒന്നാം പ്രതി ഉൾപ്പെടെ കേസിലെ പ്രതികൾ ഒരു അന്വേഷണം പറഞ്ഞ മൊത്തം അട്ടിമറിച്ചിട്ട് സി എ ഈ സംഭവത്തിന് ഉത്തരവാദിയായ ഒരാളാണ്. അപ്പൊ അതായത് CAക്ക് DYSP ആയിട്ട് ക്രൈമിലെ ഒരിക്കൽ കൊലപാതകമാണ്, ഇന്ന പോലീസുകാർക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ട്, പോലീസുകാർ മനഃപൂർവ്വം നടത്തിയ കൊലപാതകമാണ്, ഇന്ന ആളുകൾക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ട്, ആരോപണ വിധേയരായവർക്ക് വരെ ഇവരൊരു അന്വേഷണം പറഞ്ഞിട്ട് ഇവർ ചെയ്തത് അന്വേഷണം നടത്തുന്നതിന് ഒരു അട്ടിമറിച്ചിട്ട് കേസിലെ പ്രതികൾക്ക് CAക്ക് DYSP ആയിട്ട് പ്രൊമോഷൻ കൊടുത്ത് ഞാൻ സമരം തുടരും. എന്റേതായ രീതിയില് സമരം നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ ഒരു മനുഷ്യ നീതി കിട്ടുന്നോളം വരെ അല്ല, നമ്മുടെ ഒരു മനുഷ്യന്റെ ഇപ്പോഴും ചെയ്യുന്നു നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ കഴിവിന്റെയും പരമാവധി നമ്മള് പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ രക്ഷയിലേക്ക് നമ്മൾ വേറെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക ചിലപ്പോ